എന്റെ അമ്മ, ഇതെന്തത്? ചിരിയോടെ വെൽക്കം ചെയ്യുന്നു. പേടിയൊക്കെ മാറി. മൂഡ് നല്ലതാണെന്ന് തോന്നുന്നു. ചോദിക്കാം, തെറ്റില്ല. എന്തുപറ്റി? ഇവിടെ തന്നെ നിന്നോളഞ്ഞത്? ബേസിക്കലി ഞാൻ ബാച്ചിലർ ആയിരുന്നപ്പോ ഞാൻ തന്നെ പോയാണ് കോഫി ഉണ്ടാക്കി കുടിച്ചിരുന്നത്. അത് ഇപ്പോ കല്യാണമായതുകൊണ്ട് നീ ഉണ്ടാക്കി തരുവാണെങ്കിൽ ഞാൻ കുടിക്കാം. എൻ്റെ ഒരു ആഗ്രഹമാണ്. നിങ്ങൾ കുളിച്ചിട്ട് വാ, ഞാൻ ഉണ്ടാക്കി വെക്കാം. ആ? ഇന്ന് രാത്രി ഗ്യാരണ്ടിയാ. പതിയെ പതിയെ ഈ വീട് പരിചയമായിക്കോളും. ഇത്രയും കാലം ബാച്ചിലർ ലൈഫ് കൊല്ലുകാരുന്നടാ. പക്ഷെ കല്യാണം കഴിഞ്ഞാൽ കംഫർട്ടേ വേറെയാ. ഭാര്യ കോഫി കൊണ്ടുവരുന്നു, നമ്മൾ കുടിക്കുന്നു. ആഹാ, എന്തായാലും ആരോഗ്യമായിട്ടിരിക്കണമെങ്കിൽ കല്യാണം കഴിക്കണം. ആ, അത്രേ ഉള്ളൂ. ഈ സമയത്ത് ആരാടാ? ഹേയ്, ഹായ് നിതേഷ്. എന്താടാ ഈ വഴിക്ക്? വേഗം അകത്തേക്ക് കയറ്, ഇല്ലെങ്കിൽ കൊതുക് കയറും. ബ്ലഡി മസ്കിറ്റോസാ? ഒന്നുമില്ല ബ്രോ, വീട്ടിലുള്ള ഗെയിംസ് ഒക്കെ കളിച്ചു തീർന്നു. എല്ലാം ബോറടിച്ചു. നിന്റെ വല്ല ഗെയിംസ് ഉണ്ടെങ്കിൽ വാങ്ങാനാ വന്ന. ഞാൻ തന്നെ ഓഫീസ് ടെൻഷനിൽ ഗെയിം ഒന്നും കളിക്കാറില്ല. എല്ലായിടത്തും മുകളിൽ വെച്ചിട്ടുണ്ട്. ശരി, കൊണ്ടുവരാം. സുന്ദരി, ഇവന്റെ പേര് നിതേഷ് എന്നാണ്. താഴത്തെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഇവനൊരു ഗെയിമറാണ്. ഒരു റിസർച്ചിലാണ് പുതിയൊരു ഗെയിം കണ്ടുപിടിക്കാൻ. ശരി, നീ ഇരിക്കടാ, ഞാൻ എടുത്തോണ്ട് വരാം. ഹായ് ചേച്ചി. താങ്ക്സ് ബ്രോ. ആഘോഷിച്ചു. ആഘോഷിക്കേണ്ടത് ഞാനല്ല ബ്രോ, നിങ്ങളാണ്. എന്തിനാടാ? മാഡം സാധാരണ കാര്യമല്ല കേട്ടോ. ഞാൻ വിചാരിച്ചത്. ഇത്രയും ദിവസം എല്ലാരും കൂടെ ഉണ്ടായിരുന്നിട്ട് സഡൻ ആയിട്ട് ഒറ്റയ്ക്കായപ്പോൾ ബോറടിക്കുന്നുണ്ടാവും അല്ലേ? ശരി, ബാ, നമുക്ക് ഒരുമിച്ചിരുന്ന് TV കാണാം. ബാ. എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്റെ അമ്മേ, പെൻഡ്രൈവ് അതിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. അത് പിന്നെ ഇത്രയും ദിവസം ഒറ്റയ്ക്കായിരുന്നില്ലേ, അതുകൊണ്ടാ. യൗവനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഇനി അതിന്റെ ആവശ്യമില്ല. എന്താന്ന് വെച്ചാ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലേ? ആ, കല്യാണം കഴിഞ്ഞു. ബെസ്റ്റ് എംപ്ലോയ്മെന്റ് അവാർഡ് എന്നുള്ളത് കോംപ്ലിമെന്ററി അല്ല, എല്ലാവർക്കും കൊടുക്കാൻ. അതിന് ചില ക്വാളിറ്റീസ് ഉണ്ടാകണം. എഫിഷ്യൻസി, സിൻസിയറിറ്റി, റെസ്പെക്ട്, ടൈം പങ്ക്ച്വാലിറ്റി. ഈ 4 ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ടാണ് പ്രഭുവിന് ഈ അവാർഡ് കിട്ടിയത്. ഐ ഹോപ്പ് യു കണ്ടിന്യൂ വിത്ത് ദിസ്. ഡെഫിനറ്റ്ലി സർ. അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞ് ജോബിന് നീ ഈസി ആയിട്ട് എടുത്താ ജോബ് നിന്നെ ഈസി ആയിട്ട് എടുത്തോളൂ. ഗുഡ് ലക്ക്. താങ്ക് യു. എന്തോ അദ്ദേഹം എന്തോ പറഞ്ഞിട്ട് പോയി. ആ പറഞ്ഞ ക്വാളിറ്റീസ് ഒന്നും എനിക്കില്ല. അവാർഡ് കിട്ടിയ സ്ഥിതിക്ക് പൂജയൊക്കെ എങ്ങനെയാ? അവിടെ ഇവിടെയൊക്കെ എന്തിനാടാ? പുറത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശരിയാവില്ല. ചെറുതോ വലുതോ
നമ്മുടെ വീട്ടിൽ തന്നെ ശരിയാക്കാം. നിങ്ങൾ വാ. നീ അങ്ങനെ ഫിക്സ് ചെയ്താ ഞങ്ങൾ അങ്ങനെ ഫോളോ ചെയ്തോളാം. ഹലോ. ഹലോ സുന്ദരി, എന്തെടുക്ക? ഒന്നുമില്ല ഏട്ടാ, വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ഹേ, ഇന്നെനിക്ക് ഓഫീസിൽ ബെസ്റ്റ് എംപ്ലോയി അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാ? ആ, എന്ന് വെച്ചാൽ ഓഫീസിൽ നല്ലപോലെ പണിയെടുത്തതിന് എനിക്കൊരു പുരസ്കാരം കിട്ടി. സന്തോഷായി ചേട്ടാ. ഫ്രണ്ട്സ് ഒക്കെ പാർട്ടി ചോദിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. എന്തിനാ വെറുതെ പുറത്ത്? കല്യാണം കഴിഞ്ഞ് കുടിക്കില്ലെന്ന് വാക്ക് തന്നില്ലേ? അത് ഇന്നൊരു ദിവസത്തേക്ക് പ്ലീസ്. ശരി. എനിക്ക് ഇന്ന് ലേറ്റ് ആവുമെന്നാ തോന്നുന്നു. നിനക്ക് വിരോധമില്ലെങ്കിൽ ചിക്കൻ വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഒന്ന് കുക്ക് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ നന്നായിന്. ഉണ്ടാക്കി വെക്കാം ഏട്ടാ. നീ തങ്കവാടി. ഹായ് സുന്ദരി, എന്താ ഇങ്ങോട്ട്? അത് അദ്ദേഹത്തിന്റെ കൂട്ടുകാര് വരുന്നുണ്ട് അത്രേ. ചിക്കൻ വാങ്ങി വെക്കാൻ പറഞ്ഞു. പക്ഷെ എവിടുന്നാ വാങ്ങണ്ടെന്ന് അറിയില്ല. ചിക്കൻ ഷോപ്പ് ഇവിടെ അടുത്ത് തന്നെയുണ്ട്. വാച്ച്മാനോട് ചോദിച്ചാ പറഞ്ഞുതരും. ഞാനിപ്പോ ഓഫീസ് കോളിലാണ്, സോ എനിക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ടാ, ഒന്നും വിചാരിക്കില്ലേ. സാരമല്ല. ഹായ് മാഡം, നിങ്ങളെന്താ ഇവിടെ? അദ്ദേഹം ചിക്കൻ വാങ്ങി വെക്കാൻ പറഞ്ഞു. പക്ഷെ എങ്ങോട്ട് പോണം, എവിടെന്ന് വാങ്ങണമെന്ന് എനിക്കറിയില്ല. ഓ, ചിക്കൻ വാങ്ങാനാണോ? വന്ന് വണ്ടി കയറ്, നമുക്ക് അടിച്ചു പൊളിച്ചു പോവാന്നേ. എന്തു പറയുന്നു? എന്തെങ്ങനെ നോക്കുന്നേ? എന്റെ ഡ്രസ്സ് കൊള്ളില്ലേ? വേണ്ട, നടന്നു പോവാം. ഓ, വണ്ടി കയറിയ ടച്ച് ചെയ്യേണ്ടി വരും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സോ ലോക്ക് ചെയ്തിട്ട് വാക്ക് ചെയ്യാം. ഞാൻ പാർക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ? മാഡം, നിങ്ങൾ യഥാർത്ഥത്തിൽ വില്ലേജിൽ നിന്നാണോ? അതെ, എന്താ ചോദിച്ചേ? അല്ല, വില്ലേജിലും ഇത്ര സുന്ദരികളായ പെണ്ണുങ്ങൾ ഉണ്ടോന്നാ. ഒന്ന് വയസ്സിനനുസരിച്ച് സംസാരിച്ചാൽ കൊള്ളാം. വയസ്സിൽ എന്തിരിക്കുന്നു മാഡം? 40 years മെന്നിന് 20 years women വേണം. 20 years womenന് 40 years മെന്നിനെ വേണം. സത്യത്തിൽ പുറം ലോകം ഇതുപോലൊക്കെയാ. ഇറ്റ്സ് വെരി ക്രേസി, യു നോ. ക്രേസി എന്ന് പറഞ്ഞ? ആ, ക്രേസി എന്ന് പറഞ്ഞാ അതിനിപ്പോ എന്താ പറയാ? നിങ്ങൾ പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് തന്നെ അറിയില്ല. എല്ലാരും അങ്ങനെ തന്നെയാ മനസ്സിലാക്കുന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അത് തെറ്റല്ലേ? ഇതിലെന്ത് തെറ്റാ മാഡം? പേഴ്സണലായിട്ട് ഞാൻ ഫീൽ ചെയ്തത് പബ്ലിക്കിനെ കണക്ട് ചെയ്തപ്പോ പബ്ലിക്കും അതുപോലെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് ഞാൻ പ്രൈവറ്റ് ആയിട്ട് ഫീൽ ചെയ്തു. എന്താ മനസ്സിലായില്ല? ഇതൊക്കെ ഞാൻ മലയാളത്തിൽ പറയണെങ്കിലേ മലയാളം മീഡിയത്തിൽ ആദ്യം തൊട്ട് പഠിക്കണം. അതിപ്പോ എന്തായാലും പറ്റില്ല. ആദ്യം ഷോപ്പ് വന്ന് പോവാം, വാ.